കൈലാഷ്, ദ മോസ്റ്റ് മിസ്റ്റീരിയസ് പ്ലേസ് ഓൺ ദിസ് പ്ലാനറ്റ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും ഈ പർവ്വതത്തെ കീഴടക്കാൻ സാധിച്ചിട്ടില്ല. കീഴടക്കാൻ ശ്രമിച്ച എല്ലാ മനുഷ്യരും ഒരു വർഷത്തിൽ തന്നെ മരണപ്പെട്ടു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. കൈലാസത്തിൽ നിന്നും ഭൂമിയുടെ നോർത്ത് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് 6666 കിലോമീറ്ററാണ്. ഇതേ കൈലാസത്തിൽ നിന്നും ഭൂമിയുടെ സൗത്ത് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് 13,332 കിലോമീറ്ററാണ്. ആദ്യം പറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ എക്സാക്ട് ഡബിൾ. ഈവൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ പോലും ഈ മുഴുവൻ ഭൂമിയുടെയും സെൻറ്ററായിട്ടാണ് കൈലാസത്തെ ഗൂഗിൾ മാപ്പ് പോലും മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കുഞ്ഞു പർവ്വതത്തിന് ഇത്രയും അത്ഭുതങ്ങളുണ്ടെങ്കിൽ ഈ പർവ്വതത്തിൻ്റെ നാഥന് എത്രയധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകും. ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഈസി ആയിട്ടുള്ള വഴി അവൻ വളർന്നു വന്ന ചുറ്റുപാടിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അവൻ ജീവിക്കുന്ന എൻവയൺമെൻറ്റിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം യു ആർ ദ പ്രോഡക്റ്റ് ഓഫ് യുവർ എൻവയൺമെൻറ്റ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു ആ രീതിയിൽ മാത്രമേ നിങ്ങൾ വളർന്നു വരികയുള്ളൂ. ദിസ് ഈസ് എ ഫാക്ട്. സോ ശിവൻ ആരാണ്, ശിവൻ എന്താണ് എന്ന ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അവൻ വസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, ദാറ്റ് ഈസ് മൗണ്ട് കൈലാഷ്, അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ആദ്യം തന്നെ അത്യാവശ്യമാണ്. നോർമലി എല്ലാ പർവ്വതത്തിനും തൊട്ട് മുൻപ് മൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് അന്നപൂർണ, അതുപോലെ മൗണ്ട് കൈലാഷ്. പക്ഷെ ഒരു പർവ്വതം കാണിക്കേണ്ട ക്വാളിറ്റി അല്ല കൈലാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും പല സയൻറ്റിസ്റ്റുകളും കൈലാസത്തിൽ വന്ന് പല തരത്തിലുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് എങ്ങനെയാണ്, കല്ലുകൾ എങ്ങനെയാണ്, കാറ്റ് എങ്ങനെയാണ്, ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇങ്ങനെ പല ഫാക്ടേഴ്സ്. ആൻഡ് ഫൈനലി പല മാസങ്ങൾക്ക് ശേഷം റിസർച്ച് അവസാനിച്ചപ്പോൾ അവരിങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, കൈലാസത്തിൽ കാണുന്ന കെമിക്കൽ കോമ്പോസിഷൻ, അവിടെ കാണുന്ന മണ്ണിൻ്റെ ക്വാളിറ്റി, ഇതൊന്നും ലോകത്തിലെ ഏത് പർവ്വതത്തിലും കാണാൻ സാധിക്കില്ല എന്ന്. അതായത് ഇന്ന് വരെ മനുഷ്യൻ എന്തൊക്കെ മിനറൽസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, കെമിക്കൽസ് കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഇവയൊന്നും കൈലാസത്തിൽ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഭൂമിയിൽ ഇതുവരെ കാണാത്ത, കണ്ടുപിടിക്കാത്ത കാര്യങ്ങളാണ് കൈലാസത്തിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് എന്നവർ കൺക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ഇത് ലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു. പക്ഷേ ഇതല്ല ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം. ആരൊക്കെ ആ പർവ്വതത്തിൻ്റെ അടുത്ത് 12 മണിക്കൂറിൽ കൂടുതൽ സമയം ചെലവഴിച്ചോ അവരുടെ എല്ലാം നഖവും മുടിയും ക്രമാതീതമായിട്ട് വളരുന്നത് അവർ ശ്രദ്ധിച്ചു. നോർമലി ഒരു ഹ്യൂമൻ ബീയിങ്ങിന് 1-2 ആഴ്ച എടുത്തിട്ടാണ് ഒരു ലിമിറ്റിൽ കൂടുതൽ നഖവും മുടിയൊക്കെ വളരാൻ. പക്ഷേ അതേ അളവിൽ നഖവും മുടിയും അവർക്ക് 2 മണിക്കൂറിലാണ് വളർന്നത്. ഈ ഒരു ഫിനോമിന അവരുടെ ഗ്രൂപ്പിലെ ഏതൊക്കെ സയൻറ്റിസ്റ്റുകൾക്ക് സംഭവിച്ചോ അവരെല്ലാം ഒരു വർഷത്തിൽ മരണപ്പെടുകയും ചെയ്തു. ഇതവരെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു, ഒരുപാട് ഭയപ്പെടുത്തുകയും ചെയ്തു. ഉടനെ മരിച്ച എല്ലാവരുടെയും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. അവർ കണ്ടുപിടിച്ചത് ഈവൻ തോ ഈ ഒരു ഫിനോമിന സംഭവിച്ച എല്ലാ സയൻറ്റിസ്റ്റിനും 30-ന് താഴെയാണ് പ്രായമെങ്കിലും അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഹൃദയവും ലങ്സും കിഡ്നിയും എല്ലാം 50 വയസ്സിന് മുകളിലുള്ള ഒരു ശരീരത്തിന് മാച്ച് ആവുന്നുണ്ട്. അതായത് ആരൊക്കെ ആ പർവ്വതത്തിൻ്റെ അടുത്ത് സമയം ചെലവഴിച്ചോ അവരുടെ എല്ലാം ബോഡി അവരുടെ വയസ്സിനേക്കാളും 3 മടങ്ങ് കൂടുതലായിട്ട് വയസ്സാവാൻ തുടങ്ങി. ദ ഏജിങ് പ്രോസസ് ബിക്കെയിം ഫാസ്റ്റർ നിയർ ദ കൈലാഷ്. ഈ ഒരു സംഭവത്തിന് ശേഷം ലോകത്തിലെ ഒരു സയൻറ്റിസ്റ്റും കൈലാസത്തിൻ്റെ അടുത്തേക്ക് പോലും പോയിട്ടില്ല. ആ ഗ്രൂപ്പിലുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും അവസാനം ഒരു കാര്യം സമ്മതിച്ചു. ഇവർ ഈ കൈലാസത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കുറച്ച് സന്യാസികൾ ഇവരെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങനെ പറയുകയും ചെയ്തു, അത് ശിവൻ്റെ വാസസ്ഥലമാണ്, അവിടെ നിങ്ങൾ കാലുകുത്തിയാൽ മരണം ഉറപ്പാണെന്ന്. ഓഫ് കോഴ്സ് അവർ സയൻറ്റിസ്റ്റാണ്, അതൊന്നും വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അതൊന്നും കണക്കാക്കാതെ ആരൊക്കെ ആ പർവ്വതത്തിൽ കാലുകുത്തിയോ അവരെല്ലാം ഒരു വർഷത്തിൽ മരണപ്പെടുകയും ചെയ്തു. ദിസ് ഈസ് എ റിയൽ ഫാക്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് in the Kailash? കൈലാസത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഈ പർവ്വതം ഭൂമിയിലുണ്ടായതല്ല, മറിച്ച് പുറത്തുനിന്ന് ആരൊക്കെയോ കൊണ്ട് ഇട്ടതാണെന്ന്. ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. ബിക്കോസ് ഹൗ ദിസ് മൗണ്ടൻ വൈബ്രേറ്റ്സ് ഈസ് വെരി യുണീക്ക്. ഈ ഒരു പർവ്വതം വൈബ്രേറ്റ് ചെയ്യുന്ന രീതി, അതിൻ്റെ ഫ്രീക്വൻസി, അത് ഇലക്ട്രിക് സിഗ്നലാണോ റേഡിയോ സിഗ്നലാണോ, ഇതിനെ
തിരിച്ചറിയാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. എത്രയോ മെഷർമെൻറ്റ് നടത്തിയിട്ടുണ്ട്, എത്രയോ ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്നിലും ഇതുവരെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ കൊണ്ട് മോസ്റ്റ് പീപ്പിൾ ബിലീവ് ദാറ്റ് ഈ ഒരു പർവ്വതം ഭൂമിയിൽ നിന്നുണ്ടായതല്ല, ഇത് വേറെ എവിടെ നിന്നോ ഇങ്ങോട്ട് വന്ന് പതിച്ചതാണ്, അല്ലെങ്കിൽ ആരോ ഇവിടെ കൊണ്ട് ഇട്ടതാണ്. നമ്മൾ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പർവ്വതത്തിൽ നിന്നും ഭൂമിയുടെ നോർത്ത് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് 6666 കിലോമീറ്ററാണ്. അതുപോലെ ഈ പർവ്വതത്തിൽ നിന്നും സൗത്ത് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് 13,332 കിലോമീറ്ററാണ്. ആദ്യം പറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ ഇരട്ടി, എക്സാക്റ്റ് ഡബിൾ. പ്രകൃതിയുടെ എഫക്റ്റ് കാരണമാണ് ഒരു ക്രിയേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഒരു മാത്തമാറ്റിക്കൽ അക്യുറസി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു അക്യുറസി ഉണ്ടെങ്കിൽ, ഡിസൈനിലോ മാത്തമാറ്റിക്കലിയോ ഏതെങ്കിലും സ്ട്രക്ചേഴ്സ് തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിൽ, ഒരു മാച്ചിങ് ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കൺസ്ട്രക്ഷൻ. അതൊരു നിർമ്മാണമാണ്. ആരോ കൃത്യമായി മെഷർ ചെയ്ത് പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു നിർമ്മാണം. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ അവിടെ നിൽക്കട്ടെ. സ്റ്റോൺ ഹെച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻ്റർനെറ്റിലും ഫോട്ടോസിലൊക്കെ അതിനെ കണ്ടിട്ടുണ്ടാവും. ആ പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തികളും ഇൻ്റർനെറ്റിലെ പല ആൾക്കാരും വിശ്വസിക്കുന്നത് സ്റ്റോൺ ഹെച്ച് ഈസ് റിലേറ്റഡ് ടു ഏലിയൻസ്. ഏലിയൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് സ്റ്റോൺ ഹെച്ചിനെ കണക്കാക്കുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി കൈലാസത്തിൽ നിന്നും സ്റ്റോൺ ഹെച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് 6666 കിലോമീറ്റർ. ഇതിനെ എന്താണെന്നാണ് പറയേണ്ടത്? എനർജീസിനെ കുറിച്ചും അതുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അവർക്ക് ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ മനസ്സിൽ വരികയുള്ളൂ. കൈലാഷ് ഈസ് എ സർക്യൂട്ട്. കൈലാസം ഒരു സർക്യൂട്ടാണ്. ലോകത്തിൽ മേജറായിട്ടുള്ള പിൽഗ്രിമേജ് പോയിന്റുകളുണ്ട്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഓരോ മതത്തിലും ഓരോ കൾച്ചറിലും അവർക്ക് അതെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലേക്കെല്ലാം എനർജി സപ്ലൈ ചെയ്യുന്ന മെയിൻ എനർജി പോയിൻ്റാണ്, അല്ലെങ്കിൽ മെയിൻ സർക്യൂട്ടാണ് കൈലാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സെൻട്രൽ നിന്നാണ് ഭൂമിയിലെ എല്ലാ മേജർ എനർജി പ്ലേസസിലേക്കും പ്രാണ അല്ലെങ്കിൽ കോസ്മിക് എനർജി സപ്ലൈ ആവുന്നത്. ഇത് അവിടെയുള്ള പല സന്യാസികളും ഒരുപാട് പ്രാവശ്യം കാവ്യരൂപത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എത്ര പേരത് മനസ്സിലാക്കി എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ എല്ലാ ഫാക്ടേഴ്സിനെയും ചേർത്ത് നിർത്തിയാൽ ഒരേ ഒരു പോസിബിലിറ്റി അവശേഷിക്കുന്നുള്ളൂ. കൈലാഷ് ഈസ് നോട്ട് ഫ്രം ദിസ് പ്ലാനറ്റ്. ഈ ഗ്രഹത്തിന് ചേർന്ന ഒരു ഘടകമല്ല കൈലാസം. ഈ ഗ്രഹത്തിൽ നിന്നും ജനിച്ച ഒരു പർവ്വതമല്ല കൈലാസം. ഇതൊരു പ്ലാന്റ് കൺസ്ട്രക്ഷനാണ്. ആരോ കരുതിക്കൂട്ടി നിർമ്മിച്ച ഒരു എനർജി ഗ്രിഡാണ് ദ കൈലാഷ്. ഇൻ ഹിന്ദുയിസം, കൈലാഷ് ഈസ് കൺസിഡർഡ് ആസ് ദ അബോർഡ് ഓഫ് ശിവ. ശിവൻ്റെ വാസസ്ഥലം, ശിവൻ ആദ്യമായി വന്നിറങ്ങിയ ഇടം. ഇങ്ങനെയാണ് കൈലാസത്തെ തന്ത്രയിലും ഹിന്ദുയിസത്തിലെല്ലാം വിശേഷിപ്പിക്കുന്നത്. ഇതൊരു സ്റ്റോറിയല്ല, പക്ഷെ ശിവൻ ശരിക്കും കൈലാസത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ കൾച്ചറിൽ ഇതുവരെ ശിവനെ ആരും ദൈവമായി കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ദേ ഓൾവേസ് സോ ശിവ ആസ് എ യോഗി. ഒരു യോഗിയായിട്ടാണ് വിശ്വസിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. സ്വന്തം എനർജീസിൻ്റെ മേലെയും പ്രപഞ്ചത്തിലെ മുഴുവൻ എനർജീസിൻ്റെ മേലെയും ആർക്കാണോ മാസ്റ്റർ ഉള്ളത്, ആർക്കാണോ പൂർണ്ണമായ നിയന്ത്രണമുള്ളത്, അവരെയാണ് യോഗി എന്ന് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ശിവ ഈസ് ദ ഫസ്റ്റ് യോഗി. ഈ ഭൂമിയിൽ യോഗ ആദ്യമായി ദീക്ഷ നൽകിയ ഏക വ്യക്തിയാണ് ശിവ. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ ബിഗ് പോസിബിലിറ്റി കൈലാസവും അതിനു ചുറ്റുമുള്ള മുഴുവൻ പ്രദേശവും ഇന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു ഉത്തരവാദി ശിവൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെയാണ്. ദ എൻറ്റയർ ലാൻഡ് വാസ് എനർജൈസ്ഡ് ബൈ ശിവ. ഇതിനർത്ഥം ശിവൻ ഓരോ സ്ഥലത്തും പോയി പല സ്ഥലങ്ങളെയും എനർജൈസ് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു എന്നല്ല അർത്ഥമാക്കുന്നത്. പക്ഷേ എന്നാണോ ആദ്യമായി അവനവിടെ കാലുകുത്തിയത്, ആ നിമിഷം തന്നെ ആ മുഴുവൻ പ്രദേശവും ട്രാൻസ്ഫോമായി എന്നർത്ഥം. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ എനർജീസിന്, ആ വൈബ്രേഷന് ഒരു ചെറിയ മാറ്റം പോലും സംഭവിച്ചിട്ടില്ല. അവിടെ ആരൊക്കെ ചെല്ലുന്നോ, ആരെല്ലാം ഈ എനർജീസിനെ കൃത്യമായി ടാപ്പ് ചെയ്യുന്നു, അവർക്കെല്ലാം സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുമുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ റീസൺ വൈ അഘോരീസ് ആർ ഓൾവേസ് അറൗണ്ട് കൈലാഷ്. ജസ്റ്റ് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു മുഴുവൻ പ്രദേശത്തെയും എനർജൈസ് ചെയ്യാൻ ഒരു ജീവന് സാധിക്കുമെങ്കിൽ അവൻ എത്രത്തോളം ശക്തനായിരിക്കുമെന്ന് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ജീവൻ
തൻ്റെ കഴുത്തിന് ചുറ്റും നാഗമണിഞ്ഞ് നടക്കുകയാണ്. ശരീരം മറയ്ക്കാൻ പുലിത്തോൽ ഉപയോഗിക്കുകയാണ്. മൃതശരീരം കത്തിയെറിഞ്ഞ് ബാക്കി വന്ന ചാരമാണ് ശരീരമാസകലം പൂശുന്നത്. തൻ്റെ സൗഹൃദമാകട്ടെ ഭൂതങ്ങളോടും പ്രേതങ്ങളോടും നോൺ ഫിസിക്കലായിട്ടുള്ള ജന്തുക്കളുമോടും. ഒരു വിഡ്ഢിക്ക് മാത്രമേ ഈയൊരു ജീവനെ ദൈവമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ഐ എം ടെല്ലിങ് യു, ഹീ ഈസ് നോട്ട് ഗോഡ്. ഹീ ഈസ് നോട്ട് എ ഗോഡ്. ദൈവത്തിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈയൊരു ജീവിയായിരിക്കും. മേ ബി ഇതുകൊണ്ടായിരിക്കും ഹീ ഈസ് നെയിംഡ് ആസ് മഹാദേവ്. ദേവന്മാരുടെ എല്ലാം ദേവൻ, മഹാദേവൻ എന്ന പേര് ലഭിക്കാനുള്ള കാരണവും ടെക്നിക്കലി ഇത് തന്നെ ആയിരിക്കണം. കാരണം ഇതൊരു ദൈവമല്ല.